നമസ്കാരം. എല്ലാവരും വിചാരിക്കണമായിരിക്കും ഞാൻ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അല്ല, ഞാൻ വേറെ ആരോ ഉണ്ടാക്കിയ റെസിപ്പി ഭക്ഷണമായിട്ട് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുവന്നതായിട്ടാണ് റീച്ചേട്ടനാണ് ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, അത് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മളൊരു ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നിട്ട് അടുത്ത ദിവസം ഒരു 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്നവരാണ് ഹൗസ് ബോട്ടിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാത്റൂമും ബെഡ്റൂമും എല്ലാം കയറി നോക്കി. നമുക്ക് കുറേ ഈച്ചക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന്. എൻ്റെ മദറുള്ളതായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൻ്റെ പേരാണ് ചൈത്രം, പക്ഷേ എനിക്കൊന്ന് ആക്ച്വൽ കമ്പനിയുടെ പേര് ജലശ്രീ ഹൗസ് ബോട്ട്സ് എന്നാണ്. തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ അറിവിൽ അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓരോ ബെഡ്റൂമിലും പിന്നെയും കയറി ഇറങ്ങി നോക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എല്ലാം മുറിക്കും. നമ്മൾ 4 ബെഡ്റൂമാണ് എടുത്തത്. അപ്പം അതിലെല്ലാം കയറി ഇറങ്ങി സൂപ്പറായിട്ട് നോക്കി. നമുക്ക് ചെക്കൗട്ട് ചെയ്യുന്ന ആർക്കൊക്കെ ഏത് ബെഡ്റൂമാണ് വേണ്ടി എന്നൊക്കെ അസൈൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത ഹൈലൈറ്റിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ബാൽക്കണി. നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ തന്നായിരുന്നു ചേട്ടൻ. നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല കാമായിട്ടാണ് നമ്മളിവിടെ ചില്ല് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡും സിസ്റ്ററിനോയും ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. നമ്മളത് ശല്യപ്പെടുത്തുന്നില്ല. നമ്മൾ താഴോട്ട് പോയി റീച്ചേട്ടനോട് ഹായൊക്കെ പറഞ്ഞ് വലിക്കുന്ന ആളാണ് പ്രമോദ് ഭയ്യ. നമുക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. നല്ല ഫ്രണ്ട്ലി ടീമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ കൊണ്ടുവന്ന കുമ്പളപ്പമൊക്കെ എൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് കഴിക്കുന്ന എന്നോട് ഭയങ്കര സ്നേഹമുള്ള എൻ്റെ നാത്തൂനാണിത്. ഞാൻ വീഡിയോ എടുക്കുന്നു, അവൾ കഴിക്കുന്നു, എൻ്റെ ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മേളിൽ വന്ന് നല്ലോണം ഒരു ബാൽക്കണി വ്യൂ ഒക്കെ ആസ്വദിക്കാമെന്ന്. ഇതെനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും വിചാരിക്കും ഹോസ്പിറ്റൽ നമ്മൾ എക്സ്പെൻസീവ് ആണ്, പക്ഷേ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കൊന്ന് അവർ ചെയ്തു തരും. നമുക്ക് അഫോർഡബിളായിട്ട് എത്ര പേർക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്ലീസ് ഡു കോൺടാക്ട് അരുൺ ചേട്ടൻ ഫ്രം ജലശ്രീ. മെയിൻ ഹൈലൈറ്റാണ് നമ്മുടെ ഫുഡ്. നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പപ്പടം, നല്ല മീൻകറി, മീൻകറി ആയിരുന്നു കേട്ടോ, കോഴിക്കറി ആയിരുന്നു, മീൻ വറുത്തം ഉണ്ടല്ലോ, അതിനോടൊപ്പം നല്ല കുത്തിരി ചോറും. ഇത് നല്ലൊരു കോമ്പിനേഷൻ. നമ്മൾ ഉച്ചയ്ക്ക് നല്ലോണം വിശന്നായിരുന്നു അപ്പത്തേനും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നല്ലോണം കഴിച്ച് നല്ലോണം ആസ്വദിച്ച് ഞങ്ങൾ പിന്നെയും ബാൽക്കണിയിലോട്ട് ചേക്കേറി. നല്ല വ്യൂസൊക്കെ കണ്ട് നല്ല ആഘോഷമായിട്ട് ഞങ്ങളുടെ ഒരു ആഫ്റ്റർനൂൺ പോയപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനൊരു പരിപാടി കണ്ടോ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ധൈര്യപൂർവ്വം ഈ സാധനത്തിൽ കയറി. നമ്മളൊരു 10 മിനിറ്റാണ് ഇതിലൊരു ടൈം. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഓപ്ഷൻസ് അവർ തരും ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞങ്ങളിതാണ് എടുത്തത്. നല്ലോണം എൻജോയ് ചെയ്തു. 10 മിനിറ്റ് ഉണ്ടെങ്കിലും എനിക്കൊന്ന് ഒരു പേഴ്സണ് 400 റുപ്പീസ് അതായിരുന്നു പ്രൈസ് റേഞ്ച്. അത് കഴിഞ്ഞാണ് നമ്മൾ പറഞ്ഞത് തിരുമൽ. ഞാൻ എല്ലാ പ്രശ്നം നാട്ടിൽ മിക്കപ്പോഴും ഒരു തിരുമ പാസ്സാക്കുന്നതാണ്, പക്ഷേ ഈ പ്രശ്നം പറ്റിയില്ല. പക്ഷേ ഞാൻ വെച്ചാൽ ഈ ഹൗസ് ബോട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ നമ്മളിടയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഞാനും പപ്പയും സിസ്റ്ററിനോയും ഹസ്ബൻഡ് എല്ലാം ചെയ്തു. അപ്പം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇതും കൂടെ കണക്കെടുക്കണം. നല്ലതാണ്. ഇതാണ് എന്നെ തിരുമിയ ചേച്ചി. പാവം സ്വീറ്റ് ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേനും പ്രമോദ് ഭയ്യ ഏത്തയ്ക്ക പൊരിച്ചത്, അവിടെ പഴംപൊരി എന്നൊക്കെ പറയും, അത് ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ അവൾ വന്നു. അവൾ എന്നെ കാണിപ്പിച്ച് കൊതിപ്പിക്കുകയാണ്. അവൾ ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങൾ തിരുമെല്ലാം കഴിഞ്ഞിട്ട് നല്ല പ്രമോദ് ഭായി നല്ല സൂപ്പർ ചായയും പഴംപൊരി അസാധ്യമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ പഴംപൊരി ഓർഗാനിക് ഏത്തയ്ക്ക വെച്ചിട്ടുള്ളതാണ് തോന്നുന്നു. പിന്നെയാണ് നമ്മുടെ ഫേവററ്റ് ഫുഡ്. പാട്ടിലോട്ട് വന്നാൽ ഡിന്നറിന് നമുക്ക് കിട്ടിയത് ചപ്പാത്തി, ചില്ലി ചിക്കൻ 65 ആയിരുന്നു തോന്നുന്നു, പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ എനിക്കൊന്ന് ദാലിൻ്റെ ഒരു പരിപ്പ് കറി, പിന്നെ ഒരു മീൻ കറി, പിന്നെയും കുത്തിരി ചോറും, പിന്നെ എനിക്കൊന്ന് മറ്റേക്കും ഓർക്കുന്നില്ല ഇപ്പം തോന്നുന്നു. എനിക്കൊന്ന് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ആയിരുന്നു തോന്നുന്നു. അതും എല്ലാവരും ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് പറഞ്ഞ 8:30 ആയപ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആസ്വദിച്ച് ആ ദിവസം കഴിഞ്ഞു. എനിക്ക് എന്തുകൊണ്ടോ അടുത്ത ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പാക്ക് ചെയ്തു. രാവിലെ പിന്നെയും ബാൽക്കണിയിൽ പോയിരുന്ന് നല്ലോണം ഒന്ന് ആസ്വദിച്ച് അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മെമ്മറബിൾ മൊമെൻറ്റ്സ് ഞാൻ 2024 ഇത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ മാത്രമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. വർത്ത് ഇറ്റ്.